ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അധികാരം കിട്ടിയ ദാവൂദ് നബിയോട് എന്താ പറഞ്ഞത്? ജനങ്ങളോട് നല്ലത് പറയാനുള്ള യോഗ്യത ഉണ്ടാക്കി വെക്കണം. ജനങ്ങളോട് നല്ലത് പറയാൻ. യാ ദാവൂദ് യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫത്തൻ ഫിൽ അർളി ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ് വലാ തത്തബിഉൽ ഹവാ ഫയുദ്ദില്ലക അൻ സബീലില്ലാഹ്. ജനങ്ങളോട് പറയുമ്പോൾ മാന്യമായത് അത് പറയാനുള്ളൊരു യോഗ്യത അതിലുണ്ടാകണം. മദ്യനിരോധനം പറയാൻ മദ്യപിക്കാത്തവനെ 2010 കണ്ണൂരിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ പേരിൽ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് വെച്ചു. 2010 അന്ന് പത്രം വായിച്ചവർക്ക് ഓർമ്മയുണ്ട്. കണ്ണൂരിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇ കെ നായനാരോടുള്ളതായ സ്മരണാർത്ഥം ഒരു ഫുട്ബോൾ ടൂർണമെന്റ്. പ്രവേശന കവാടത്തിലൂടെ കടന്നു വരുന്നവരെ ആകർഷിപ്പിക്കാൻ വേണ്ടി ഒരു പരസ്യ ബോർഡും അന്നുണ്ടായിരുന്നു. വിജയ് മില്ലയുടെ കിങ് ഫിഷറിന്റെ 2 കുപ്പി സ്ട്രോങ് സാധനം വാങ്ങിയ ഇ കെ നായനാരുടെ ഫുട്ബോൾ കപ്പ് കാണാൻ ഫ്രീ ആയിട്ട് ടിക്കറ്റ് കിട്ടും. കേൾക്കുന്നുണ്ടോ? 2 കുപ്പി വാങ്ങിയ ടിക്കറ്റ് ഫ്രീ. ഇങ്ങനെ ഒരു പരസ്യം. ശാരദാ ടീച്ചർ, നായനാരുടെ പ്രിയപ്പെട്ട ഭാര്യ ശാരദാ ടീച്ചർ ആ ബോർഡ് കണ്ട് കരഞ്ഞിട്ട് അകത്തേക്ക് കയറി. ഭരണാധികാരി കള്ളു കുടിക്കരുതെന്ന് പറയണമെങ്കിൽ ഭരണാധികാരിയുടെ ജീവിതത്തിൽ അതുമായി ഒരു അകലം വേണം. ഒരുപാട് മഹാന്മാർ അങ്ങനെ ജീവിച്ചു. ഒരു മഹാനെ പറയാം, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പേരക്കുട്ടിയാ. അദ്ദേഹത്തിന്റെ പേരും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് പറയുമായിരുന്നു, പിൽക്കാലത്ത് ഭൂമണ്ഡലത്തിൽ നീതി നിറയ്ക്കുന്ന എൻ്റെ ഒരു പേരക്കുട്ടി വരാനുണ്ട്. നെറ്റിയിൽ മുറിവിന്റെ അടയാളമുണ്ടേ. മൂസ ബിൻ അഴ്യുൻ രേഖപ്പെടുത്ത നെറ്റിയിൽ മുറിവിന്റെ അടയാളമുള്ള ഒരു പിൻതലമുറക്കാരൻ എന്റെ പരമ്പരയിൽ വരാനുണ്ടെന്ന് ഉമർ പറയുമായിരുന്നു. അത് ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കുറിച്ചാ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ഫാത്തിമ എന്നാണ്. ആരാണ് ഈ ഫാത്തിമ റളിയല്ലാഹു അൻഹാ? ഖലീഫ അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്നവരുടെ മകളാണ് ഫാത്തിമ റളിയല്ലാഹു. ഖലീഫ അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്നവരുടെ പൊന്നുമോള് ഫാത്തിമ നല്ല ദീനിയായ മോളാണ്. സുഹൃദിന്റെ ജീവിതമാ. പ്രിയപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന മഹാന്റെ കൂടെ ജീവിക്കുന്നവരാണ്. രാജപദവിയിലിരിക്കുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, നിന്റെ ആഭരണ കൂമ്പാരങ്ങൾ ശരീരത്തിൽ നിന്നും അഴിച്ചു വെക്കണേ. كما جرد زوجته من حليها وجواهرها الثمينة. നല്ല വിലപിടിപ്പുള്ള ആഭരണം ഖലീഫയായ ഭരണാധികാരിയായ രാജാവായ നിന്റെ വാപ്പ നിന്നെ കല്യാണം കഴിച്ച് എന്റെ അടുക്കിലേക്ക് വിടുമ്പോ നിനക്ക് വാങ്ങി തന്ന വിലപിടിപ്പുള്ള ആഭരണങ്ങളും രത്നമാലകളും നീ അഴിച്ചു വെക്കണം. അഴിച്ചു വെച്ചാൽ പോരാ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന ഭരണാധികാരി പ്രിയപ്പെട്ടവളോട് രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലാ. പെണ്ണെ, നീ ധരിക്കുന്ന വിലപിടിപ്പുള്ള സ്വർണരത്ന ആഭരണങ്ങൾ ഖജനാവിലേക്ക് നീ നിരുപാധികം തന്നേ പറ്റൂ. നിന്റെ വാപ്പ തന്ന മുതലാണെന്ന് എനിക്കറിയാം, ഞാൻ വാങ്ങിത്തന്നതല്ല. നല്ല കാര്യത്തിനാ ഞാൻ ചോദിക്കുന്നത്. എന്റെ ഭാര്യ പദവിയിൽ നിനക്ക് തുടരണമെങ്കിൽ ഒന്നുകിൽ നിന്റെ ആഭരണം നീ ഖജനാവിലേക്ക് സംഭാവന തന്നോ, അല്ലെങ്കിൽ ഞാനുമായുള്ള ആഭരണം ഇട്ട് നിനക്ക് ജീവിക്കാം. എന്റെ ഭാര്യ എന്ന പദവിയിൽ പറ്റൂല, നിനക്ക് ഞാൻ ത്വലാഖ് തന്നേക്കാം. ഏതാ വേണ്ടത്? പെണ്ണിന് ബോധമുണ്ട്.
അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുന്ന മഹാന്റെ ഭാര്യ പറഞ്ഞു, ഇന്നി അക്റഹു അൻ അകൂന അന വഅൻത മഅക ഹാദിഹിൽ ജവാഹിർ ഫീ ബൈത്തിൻ വാഹിദിൻ فأنت تعلمين من أين أتى أبوك بتلك الجواهر فقالت بل أختارك يا أمير المؤمنين عليها وعلى أضعافها لو كانت لي. എന്റെ വാപ്പ തന്ന പൊന്നും പണ്ടവും എത്രയോ അതിന്റെ ഇരട്ടി 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 എനിക്ക് ഉണ്ടായാലും അത് മുഴുവനും ഞാൻ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജനസേവനത്തിന് ഖജനാവിലേക്ക് നിരുപാധികം തന്നേക്കാം. അങ്ങയുടെ ഭാര്യ എന്ന പദവിയിൽ എനിക്ക് ജീവിച്ചാൽ മതി. ഫഅമറ ഉമറു ബിത്തിൽകൽ ജവാഹിരി, ആ ആഭരണം ഖജനാവിലേക്ക് കൊടുത്തു. ഫവദഅത് ഫീ ബൈത്തിൽ മാൽ, അത് പൊതു ഖജനാവിലേക്ക് ജനസേവനത്തിന് വേണ്ടി ഹദിയാക്കി ഭാര്യ. ഇവരറിയില്ലേ ഭരണാധികാരി ഭാര്യ ആർഭാട രീതി ജീവിതമാക്കുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള യോഗ്യതയുള്ള ഭരണാധികാരി. എന്തെങ്കിലും ചെറിയ ചില്ലറ കയ്യിലുണ്ടോ? നീ വലിയ മുതലാളി, വലിയ ഭരണാധികാരിയായ രാജാവായ ഖലീഫ അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്നവരുടെ മോളല്ലേ ഫാത്തിമ, നിന്റെ കയ്യിൽ വല്ലതുണ്ടോ? എന്തിനാ ഇത്തിരി മുന്തിരി വാങ്ങിക്കഴിക്കാൻ ആ രാജാവ് ചോദിക്കാറുള്ളൂ. ഉമർ ബിൻ അബ്ദുൽ അസീസ് അങ്ങാരാണെന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, എന്നാലും എന്റേതായൊരു ദിർഹവുമില്ല പ്രിയേ. ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടു പ്രിയേ. കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അത് ഇവര് തമ്മിലുള്ള സംഭാഷണമാണ് പാട്ട്. മുന്തിരി തിന്നാൻ കൊതിയായ രാജാവ്. മകൻ ദൂരദിക്കിലാണ്. വാപ്പാടെ അടുത്തല്ല മകൻ ദൂരദിക്കില. അപ്പോഴുണ്ട് വാപ്പ ഭരണാധികാരിയായ വാപ്പക്ക് വാർത്ത കിട്ടി. ബലഗഹു അന്നഹദ ഔലാദിഹി ഇസ്തറാ ഖാതമൻ ലഹു ഫിസ്സുംബി അൽഫി ദിർഹം. 1000 ദിർഹം വിലപിടിപ്പുള്ള 1000 ദിർഹം വില വരുന്നതായൊരു മോതിരം തന്റെ മകൻ വാങ്ങി എന്ന വിവരം ഈ വാപ്പാക്ക് കിട്ടാർക്ക് ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നവർക്ക്. മകൻ ദൂരദിക്കിലെവിടെയോ ആണ്. ആ നാട്ടിൽ പ്രിയപ്പെട്ട മകൻ 1000 ദിർഹം വിലപിടിപ്പുള്ള ഒരു മോതിരം വാങ്ങി എന്ന് വാപ്പ അറിഞ്ഞു. ഭരണാധികാരിയായ വാപ്പ മകനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, മകനെ ശകാരിച്ചുകൊണ്ട്, മകനെ ചീത്ത പറഞ്ഞുകൊണ്ട് വാപ്പാടെ കത്ത് വാപ്പ അങ്ങ് അയക്കുകയാണ്. കത്തവിടെ കിട്ടി. വയഖൂലു ലഹു, കത്തിൽ വാപ്പ മകനെ ശകാരിക്കുന്നുണ്ട്. മകനോട് കത്ത് അവസാനിപ്പിക്കുമ്പോ ഇങ്ങനെയാ എഴുതിയിട്ടുള്ളത്, 1000 ദിർഹം വിലയുള്ള മോതിരം വിറ്റിട്ട് മോനെ 1000 പാവങ്ങൾക്ക് നീ ഭക്ഷണം കൊടുക്ക്. നിനക്ക് മോതിരം ധരിക്കാൻ മോഹമുണ്ടെങ്കിൽ അതിന് പകരം നീ വാങ്ങണം ഖാതമൻ മിൻ ഹദീദ്, ഇരുമ്പിന്റെ തോരണം വാങ്ങിയിട്ടോ. അപ്പട കയ്യിലുണ്ടല്ലോ ഇരുമ്പിന്റെ, അവർ തോരണം വാങ്ങിക്കോ. ഏത് മക്കള് കേൾക്കും ഇങ്ങനെ? വക്തുബ് അലൈ, എന്നിട്ട് ആ ഇരുമ്പിന്റെ മോതിരത്തിൽ കല്ല് വെക്കരുത്. മോതിരത്തിൽ കല്ലുണ്ടാവൂലോ, കല്ലുണ്ടാവും. നീ വാങ്ങിയിടുന്ന ഇരുമ്പിന്റെ ചെറിയ വിലയുടെ മോതിരത്തിന്റെ കല്ല് വെക്കുന്നോടത്ത് കല്ല് വെക്കല്ലേ. അവിടെ പരന്നിരിക്കുന്ന പ്രതലത്തിൽ നീ കൊത്തിവെച്ചോ. റഹിമല്ലാഹു അറഫ ഖദറ നഫ്സിഹി, മണ്ണാകേണ്ട ശരീരത്തിന്റെ വില അറിഞ്ഞ മനുഷ്യൻ, മണ്ണാകേണ്ട ശരീരത്തിൽ വിലപിടിപ്പുള്ളത് ധരിക്കാതെ ഒഴിവാക്കിയതിൽ അല്ലാഹു കരുണ ചെയ്യട്ടെ എന്ന് എഴുതി വെച്ചോ. ഗുണം കിട്ടുമോനെ, ഗുണം കിട്ടും മോനെ. മഹാനായ ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അങ്ങനെ ജീവിച്ചു. തിന്മ കണ്ടപ്പോ തടഞ്ഞു. ഭാര്യയോടാണെങ്കിലും മക്കളോടാണെങ്കിലും അധികാരം ഉണ്ടായിട്ടു.
അങ്ങനെയൊക്കെ കുറെ ആളുകൾ ജീവിച്ചു. എങ്ങനെയാ ഇപ്പോ? അതിനൊക്കെ അനുകരിച്ച ആൾക്കാരുണ്ട് കേട്ടോ. കൊന്നുകളഞ്ഞതാ ഒരു ചരിത്ര വിദ്യാർത്ഥി പറയും, കൊന്നില്ലായിരുന്നുവെങ്കിൽ ആ മനുഷ്യൻ പറഞ്ഞേനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നാഥുറാം വിനായക് ഗോഡ്സെ കൊന്നില്ലായിരുന്നുവെങ്കിൽ അത്ഭുതം ആ മനുഷ്യൻ പറയുമായിരുന്നു. ആരെപ്പറ്റിയാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കറിയാലോ? മഹാത്മാഗാന്ധി. ഈ ജീവിതങ്ങൾ പഠിച്ചപ്പോഴാണ് സത്യത്തിന്റെയും അഹിംസയുടെയും. അദ്ദേഹത്തിന്റെ ആത്മകഥ വായിച്ചു നോക്ക്, റസൂലുള്ളാഹിനെ കുറിച്ച് പറയുന്നത് കേട്ടു നോക്ക്. പരിത്യാഗിയായ സാഹിദായ ഒരു മഹാന്റെ ജീവിതത്തെ അനുകരിച്ച നവോത്ഥാന നായകർ. മജുദ്ദാറിന്റെ ലേഖനങ്ങൾ നോക്ക്. രാജാറാം മോഹൻ റോയിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അനായാസമായ അറബി ഭാഷ കൈകാര്യം ചെയ്ത് മനോഹരമായ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. ഗൂഗിൾ എടുത്ത് നോക്ക്, രാജാറാം മോഹൻ റോയിയുടെ രൂപം എങ്ങനെയാ? തലപ്പാവുണ്ട്, ഫുൾ കൈ ജുബ്ബയുണ്ട്. സൂഫികളെ അനുകരിച്ചു. സൂഫികളുടെ ജീവിതത്തിന്റെ അനുരണനങ്ങൾ ഹൃദയത്തിലേക്ക് പകരാൻ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിന്റെ വിത്താണ്, മുത്താണ് രാജാറാം മോഹൻ റോയ്. അനീതിക്കെതിരെ പറഞ്ഞോടുത്ത് തസവുഫിന്റെ ഉലമാഇനോടുള്ള ചങ്ങാത്തമുണ്ടായിരുന്നു. മഹാനായ ശ്രീനാരായണ ഗുരു വേഷം എങ്ങനെയാ? സൂഫികളുടെ വേഷം. ഭരണാധികാരികൾ നീതി നടപ്പാക്കിയ ഒരു കാലം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഭരിക്കുമ്പോ ആടും ചെന്നായ ഒരു സ്ഥലത്താ മേഞ്ഞോണ്ടിരുന്നത്. കടിച്ചു കീറൂല. നീതി പറയാനും ന്യായം പറയാനും അവർക്ക് കഴിഞ്ഞു. നമ്മളൊന്ന് താരതമ്യം ചെയ്യാം. സാധാരണക്കാരെ നമ്മൾ അത്രയൊന്നും ആവാൻ പറ്റൂല. ഒരു തിന്മ കാണുമ്പോൾ +2 പഠിക്കുന്ന മോളോട് സുബഹി നിസ്കരിക്കാൻ ധൈര്യമായി പറയണം. എന്തിനാ +2 പോണത്? സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോൾക്ക് 8 വയസ്സായിരിക്കും അല്ലേ? എന്റെ മോൾക്ക് അങ്ങനെയാണ്. നിസ്കരിക്കണം മക്കള് സന്തോഷത്തോടുകൂടെ വരണം. എന്തിനായി മക്കള് നമുക്കൊന്ന് പോയി കിടക്കണ്ട ഖബറില്. സ്വന്തം തനിച്ചു മണ്ണറയ്ക്ക് ഉള്ളിലേ കിടക്കുന്ന നേരം തീർച്ചയാണേ നിന്നിലേ വാത്സല്യ മക്കൾ കൺതടം ഒലിക്കുന്നതായി വന്നവിടെ നിന്നും കൊണ്ട് കൈ ഉയർത്തുന്നതായി അവർക്കുള്ള പ്രാർത്ഥന കൊണ്ട് ഫലം നിനക്കുണ്ട്. അതുകൊണ്ട് ഖബർ വിശാലമാവലുമുണ്ട്. വേണോലോ അവിടേക്ക് അതിനുള്ള സമ്പാദ്യ. മക്കളെ അനുസരിക്കണം. വാപ്പ പറഞ്ഞത് മകനനുസരിച്ചു. മോതിരത്തിൽ കല്ല് വെക്കാതെ അവിടെ കൊത്തിവെച്ചു. അള്ളാഹുവിന്റെ കരുണയുടെ ആപ്തവാക്യങ്ങൾ. ഭരണാധികാരികളെ ഇന്ത്യ മുഴുവൻ അനുകരിച്ചു. മഹാത്മാഗാന്ധിയുടെ മകൻ ഹരിലാൽ പൊന്നാനിയിൽ വന്നിട്ട് മുസ്ലിം ആവുന്നുണ്ട്. അബ്ദുള്ള ഗാന്ധി എന്ന പേരില്. മഅൂനത്തുൽ ഇസ്ലാമിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ അതൊരു നാഴികക്കല്ലായിരുന്നു. ആയിരങ്ങളാ സ്വീകരിച്ചത് പൊന്നാനി കടപ്പുറത്ത്. ഹരിലാൽ ഗാന്ധി വന്ന് മുസ്ലിമായി എന്ന ചരിത്രം മഅൂനത്തുൽ ഇസ്ലാമിലെ രജിസ്റ്റർ എടുത്ത് നോക്കിയാൽ കാണാം. അവിടെ മുസ്ലിമായ ആളുകളുടെ പേര് രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, അനുകരണം മദീനയിലേക്കാവാൻ ഒന്ന് ശ്രമിക്കുക. തസ്ബീഹിൽ സ്വലാത്തും ദിക്റൊക്കെ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒന്ന് പറയണം നമ്മുടെ നാവ് വെച്ചിട്ട്, മോനെ സുബഹി നിസ്കരിക്കാതെ ജോലിക്ക് പോകലട്ടോ, ബർക്കത്തുണ്ടാവൂല. ഭർത്താവിനോട് പറയണം സുബഹി നിസ്കരിക്കണം. ഇശാന്റെ ജമാഅത്ത് കളയല്ല, സുബഹിന്റെ ജമാഅത്ത് കളയല്ല. അവ്വല് വഖത്ത് പറയാൻ നമുക്ക് കഴിയണം. ഭാര്യയോട് പറയണം, നിന്റെ മേക്കപ്പ് സെറ്റ് നമുക്ക് പാടില്ല. ആരെ കാണിക്കാനാ? ബെഡ്റൂമിലാണെങ്കിൽ കുഴപ്പമില്ല. പല്ല് തേച്ചില്ലേലും ചുണ്ടലിടണൊരു നിറത്തിൽ കുറവ് വരാൻ പാടില്ല. ഒരു വിട്ടുവെച്ചില്ലാത്ത കേസ്.
അവരെ സൺക്രീമാണ് എന്തോന്നും മണ്ണാങ്കട്ട. കൊയ്യാനും വിതയ്ക്കാനും പോയ ആൾക്കാർ സൺക്രീം തേച്ചിട്ടില്ല. ഞാൻ അങ്ങനെ അടച്ച് പറയല്ല. എന്താ എന്താ എന്തപ്പോ അതിന്റെ ആവശ്യം? ജീവിതത്തിൽ കുറെ നമ്മൾ പരിഷ്കാരം എന്ന് പറഞ്ഞ് വാരി തേക്കുന്നത് മുഴുവനും മോശം, ആഖിറ നഷ്ടപ്പെടുന്ന രീതികള്. ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി വന്നപ്പോൾ മടങ്ങിപ്പോയി. എന്തേ? ഹസനും ഹുസൈനും അന്ന് ആഭരണം ധരിച്ചിരുന്നു, കൊച്ചുമക്കള്. ഇത് പറ്റൂല മോളെ, എല്ലാം കഴിയുമായിരുന്നു, എന്നിട്ടും വേണ്ടാന്ന് വെച്ചാണേ. അതിനോട് ഒരു താല്പര്യമില്ലാതെ വേണ്ടാന്ന് വെച്ചിട്ടാ ഇത് മുഴുവൻ പറഞ്ഞത്. അതിനെ പിന്നിൽ വന്നവർ അനുകരിച്ചു. ഈത്തപ്പനയുടെ ഓല കീറിയിട്ട് ആഭരണമുണ്ടാക്കി ഫാത്തിമ റളിയല്ലാഹു അൻഹ. നമ്മുടെ മക്കൾക്ക് നമ്മൾ ചെറുപ്പത്തിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ, വാച്ച്, പി കണ്ണട, അല്ലെ? അങ്ങനുണ്ട്. ഞാൻ അടുത്ത ദിവസം എന്റെ ചെറിയ മോൾക്ക് ഓല വെട്ടിയിട്ട് കണ്ണട ഉണ്ടാക്കി കൊടുത്തപ്പോ ഭയങ്കര അത്ഭുതം. കാരണം ആ പുള്ളി അപ്പോഴാ അറിയണത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അവരിപ്പോ ഏത് ടോയ്സ് വേണമെന്ന് പറഞ്ഞാലും അപ്പം ഇങ്ങനെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അങ്ങനെ ക്ലിക്ക് ചെയ്ത 3 ദിവസം കൊണ്ട് വീട്ടിൽ വരാം. അങ്ങനുണ്ട്. പണ്ട് റോഡിലൂടെ സൈക്കിളിന്റെ ഒക്കെ തേഞ്ഞു തീർന്ന ടയർ ഇങ്ങനെ വടിയെടുത്ത് അടിച്ചടിച്ച് ഓടിച്ചുകൊണ്ടിരുന്ന മക്കള്, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. കാലങ്ങളോളം ഓടിച്ചു, അതിലൊരു വലിയ ആനന്ദമായിരുന്നു. ഇന്നിങ്ങനെ റിമോട്ട് കാറുകള്, ഇലക്ട്രിക് സ്കൂട്ടറുകള്, കുട്ടികൾക്ക് ആവശ്യമുള്ള ടോയ്സുകൾ ഇഷ്ടം പോലെ, ഏതെല്ലാം രീതിയിൽ പറക്കുന്ന വിമാനമൊക്കെ ഉണ്ട്. എന്തൊക്കെയാ കയ്യിലുള്ളത്? ഫാത്തിമ ബീവി ഈത്തപ്പനയുടെ ഓലയെടുത്തിട്ട് കുട്ടികൾക്ക് ആഭരണമുണ്ടാക്കി. പീപ്പി ഉണ്ടാക്കി തരുമായിരുന്നു അപ്പായിമാർക്ക്. അതിനൊരു സൗണ്ടും അതെല്ലാം. എന്തൊക്കെ ഉപകരണങ്ങൾ, മച്ചിങ്ങ വെച്ചിട്ടുള്ളതായ ഉപകരണങ്ങള്, കളിപ്പാട്ടങ്ങള്, നിങ്ങൾക്ക് ഓർമ്മയല്ലേ? ഊഞ്ഞാലുകള്, അതാ മാവിന്റെ കൊമ്പിൽ ഇങ്ങനെ ഉണ്ടാക്കി. അതിനൊക്കെ ഒരു രസമായിരുന്നു. എന്തായിരുന്നു? അതുപോലെ ഒന്നുണ്ടാക്കി കൊടുത്തിട്ട് പറഞ്ഞു, വല്ലുപ്പയ്യന് വരണമെങ്കിൽ ഇത് പാടില്ല. കുഞ്ഞുമക്കളത് പറഞ്ഞ് മനസ്സിലാക്കി. കുഞ്ഞുമക്കളത് പറഞ്ഞ് മനസ്സിലാക്കി. അള്ളാഹുവിന്റെ ഹബീബ് അടുത്ത നേരത്ത് വന്നപ്പോൾ ഫാത്തിമ ബീവിയുടെ ചിരിയാണ് കണ്ടത്, ഉപ്പാന്റെ മുഖത്തും ചിരിയാണ് കണ്ടത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതം അള്ളാഹു ഈ ദുനിയാവ് മുഴുവനും കൊടുത്തു. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വലറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم. അള്ളാഹുവിനെ സന്തോഷിപ്പിക്കണം. ദുനിയാവ് വേണ്ടാന്ന് വെച്ചാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുമെന്ന് ഖാല റസൂലുള്ളാഹി. ത്വബറാനിയുടെ മുഅ്ജമിൽ കാണാം ഹദീസ്. സ്വഹാബി ചോദിച്ചു, നബിയേ ഒരു അമൽ പറഞ്ഞു തരുമോ? അമല് ചെയ്യുമ്പോൾ അള്ളാഹുവിന് എന്നോട് ഇഷ്ടമുണ്ടാകും. ആ അമല് ചെയ്യുമ്പോ ജനങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടാകും. എന്താണ് അങ്ങനെ അമലുണ്ടോ? ഉണ്ട് മോനെ. ദുനിയാവിലുള്ള ആർഭാടങ്ങളെ നീ അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ, ഒരു സ്കൂൾ ബാഗ് 2 കൊല്ലം ഉപയോഗിക്കാൻ മക്കളെ പഠിപ്പിച്ചാൽ, ഒരു വസ്ത്രം ഒന്ന് കീറിയതിനെ തുന്നി ഉപയോഗിക്കാൻ നമ്മൾ ശീലിച്ചാൽ അതൊരു പ്രത്യേക പരിഗണനയാണ്. വസ്ത്രം കീറിയത് ഒരു വട്ടമെങ്കിലും തുന്നി ഉപയോഗിക്കാത്തവന് സ്വർഗമില്ലെന്ന് ഖാല റസൂലുള്ളാഹി. തുർമുദിയുടെ ജാമിഉൽ കാണാം ഹദീസ്. ആയിഷ എന്നോട് കൂടെ ഒട്ടി ഒട്ടി ഒട്ടി, എന്റെ കൂടെ മുട്ടി മുട്ടി സ്വർഗം നിനക്ക് വേണോ? എന്നോടൊപ്പം സ്വർഗം വേണോ? സ്വർഗം കിട്ടലല്ല, മുത്ത് നബിയുടെ കൂടെ ഒരു പെരക്കകത്ത്, ഒരു കൊട്ടാരത്തിന്റെ അകത്ത് സ്വർഗം വേണോ ആയിഷ? വേണോ? റളിയല്ലാഹു അൻഹ. വേണം നബി. എന്നാൽ നീ ശ്രദ്ധിച്ചോ,
സൂക്ഷിക്കണേ, ഒരു നാട്യം നിന്നിൽ പാടില്ല, ഞാൻ കൊള്ളാമെന്ന് തോന്നല് പാടില്ല പെണ്ണേ. വലാ തസ്തഖ്ലിഖി സൗബാ, ഒരു വസ്ത്രവും പഴഞ്ചനാണെന്ന് പറഞ്ഞ് വലിച്ചെറിയല്ലേ. ഹത്താ തുറാഖിഈഹി, അതിൽ കണ്ടം വെച്ച് തുന്നി ഉപയോഗിച്ചിട്ടല്ലാതെ. തുർമുദിയുടെ ജാമിഉൽ ഹദീസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരപ്പ വസ്ത്രം തുന്നി ഉപയോഗിക്കാം? നടക്കണ കാര്യമാണ്. വസ്ത്രം തുന്നി ഉപയോഗിക്കണം, ബഹുമാനിക്കണം, റിസ്ഖാ. വസ്ത്രം തുന്നി ഉപയോഗിക്കണം. ആർഭാടങ്ങളിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയണം. ഒരു വർഷം ഉപയോഗിച്ച സ്കൂൾ ബാഗ് അടുത്ത വർഷം വരുമ്പോൾ ഒരു കൊല്ലം മറ്റുള്ളവർ കണ്ടതാ നമ്മുടെ മോനത് ഇട്ട് നടക്കുന്നത്. അത് പറ്റൂല, ഈ കൊല്ലം പുതിയത് വാങ്ങണം. എന്തിനാണ്? ഇക്കാക്ക ഉപയോഗിച്ച ഉടുപ്പാണ് താഴെ വന്നാനിയൻ ഉപയോഗിച്ചത്. അങ്ങനെയല്ലേ? 9ാം ക്ലാസ്സിൽ പഠിച്ച മോൻ ഉപയോഗിച്ചതാ 8ാം ക്ലാസ്സിൽ പഠിച്ച് 9ലേക്ക് ജയിച്ചു വന്ന താഴെയുള്ള പെങ്ങൾ ഉപയോഗിച്ചത് ഇക്കാക്ക ഉപയോഗിച്ച പഴയ പുസ്തകം. ചിലപ്പോ ആദ്യത്തെ 2 പാഠം ഉണ്ടാവില്ല, അത് ചിലപ്പോ വേറൊരു പേപ്പറിലൊക്കെ എഴുതിയിരിക്കും, അല്ലെങ്കിൽ വേറെ അത് അറിയാവുന്ന ആളിൽ നിന്ന് കണ്ടുപിടിക്കും. അന്ന് ഈ ഫോട്ടോസ്റ്റാറ്റ് ഒന്നും വല്ലാതെ ഉണ്ടായി. അങ്ങനെയല്ലേ? 2 മക്കൾക്ക് ഒരു പുതപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പുതിയ തലമുറക്ക് പറ്റൂ? പുതിയ തലമുറക്ക് അഡ്ജസ്റ്റ് അറിയില്ല. ഫാത്തിമ ബീവി മക്കളെ പഠിപ്പിച്ചു. തിന്മ കണ്ടോടത്ത് അരുതെന്ന് പറഞ്ഞു. അങ്ങനെയുണ്ട്. ഞാൻ ഈ അടുത്ത് കുറച്ച് ചെറിയ മക്കള് ഈ കവണ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഈ ഇംഗ്ലീഷിലെ വൈ എന്ന് പറയുന്ന ലെറ്റർ പോലെ ഇരിക്കുന്ന സാധനം ഇങ്ങനെ വിടർന്നിട്ട് താഴെ, നമുക്ക് മനസ്സിലായില്ലേ? 2 ഇതൾ ഇങ്ങനെ നീണ്ടിരിക്കുന്ന ഇംഗ്ലീഷിലെ വൈ എന്ന് പറയുന്ന അക്ഷരം പോലെ ഇരിക്കുന്ന സാധനം കവണ എന്ന് പറയാം ഞങ്ങളുടെ നാട്ടില്. അതിലിങ്ങനെ റബ്ബറിന്റെ നാടുണ്ടാവും, അതിലിങ്ങനെ കല്ലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനം വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ടൊരൊറ്റ ഷൂട്ടിംഗ് ആണ്. ഞാനത് കണ്ടു. ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ എറിയാൻ വേണ്ടി ഉപയോഗിച്ച ഒരു ഉപകരണം ഹൈസൻ എന്ന് പറയുന്നവനാ അത് ഉണ്ടാക്കിയത്. ഇന്നും അവൻ ഖിയാമത്ത് നാൾ വരെ ഭൂമിയിലേക്ക് ഇങ്ങനെ ആണ്ടാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഖാല റസൂലുള്ളാഹി, എന്റെ വക പറഞ്ഞതല്ല, മഹാനായ അബുൽ ഫിദാ ഇസ്മാഈൽ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ ഖസസുൽ അംബിയായിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. മക്കളത് അത് ഉപയോഗിക്കണം കണ്ടപ്പോ ഞാൻ കുട്ടികളോട് പറഞ്ഞു, എനിക്കറിയാവുന്ന മക്കളൊന്നുമല്ല, മക്കളത് പാടില്ല കേട്ടോ. എന്താ ഉസ്താദിന് കാരണം? എന്നതാ കാരണം? ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഉപയോഗിക്കില്ല, അതിനി ഞങ്ങൾക്ക് വേണ്ട. മക്കളെ സന്തോഷിപ്പിക്കുന്നോടത്ത് നമ്മൾ മറന്നു പോവല്ലേ, പലതുമുണ്ട്. ജീവികളുടെ രൂപം നീക്കണം. കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രങ്ങളിൽ എംബ്രോയിഡറി വർക്ക്, കയ്യിൽ തടയുന്ന രൂപമാണ് എങ്കിൽ ആ വസ്ത്രം ഉപയോഗിക്കുന്ന വീട്ടിലേക്ക് പോലും പോകൽ ഹറാം. ഫത്ഹുൽ മുഈൻ. രൂപങ്ങള് അതുപോലെ ഇല്ലാത്ത ക്രൊക്കഡൈലിന്റെ ടീഷർട്ട് ഉണ്ട്, അതിങ്ങനെ മുതലങ്ങനെ കിടക്കണ പടം, എന്തൊക്കെയാ ഉള്ളത്. ഇതിപ്പോ ഇന്നത്തെ കാലത്ത് ഇതൊന്നും പറഞ്ഞ നടക്കണ കാര്യം, പക്ഷെ പറയലും നമ്മുടെ ആവശ്യമാണ്. നിങ്ങൾ തരുന്ന ചോറിന് ഇത് പറഞ്ഞേ പറ്റൂ. അല്ലാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ആയിഷ സൗജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിം അന്നഹാ നസബത് സിത്റൻ ഫീഹി തസാബുറു ഫദഖല റസൂലുള്ളാഹി സ്വഹീഹ് മുസ്ലിം. ആയിഷ ബീവിയുടെ വീട്ടിൽ ഒരു കർട്ടൻ ഇട്ട്, ഒരു പുതിയ കർട്ടൻ ആരോ കൊടുത്തതാ. ഇപ്പൊ എന്തായാലും ഇങ്ങനെ നല്ല നല്ല ചിത്രങ്ങള്, അതിൽ നല്ല 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 ചിത്രങ്ങൾ കാണാം. അല്ലാഹുവിന്റെ ഹബീബ് വന്നപ്പോ ആ ചിത്രമുള്ള കർട്ടനുള്ള വീട്, ആയിഷ ബീവിയുടെ വീട്, റസൂലുള്ളാഹിയുടെ വീട് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ കയറാൻ വിസമ്മതിച്ചു. എന്തായാലും ഇവിടെ കയറാം. അല്ലാഹുവിന്റെ ഹബീബ് താളം ചവിട്ടി നിൽക്കുന്നത് കണ്ടു. ഒന്ന് അമ്പരന്നു. റസൂൽ അങ്ങോട്ട് കയറ തന്നെ ചെയ്തു. ഫദഖല റസൂലുള്ളാഹി, കേറി ചെന്ന പാട് തന്നെ ആയിഷ ബീവിക്ക് ആ പ്രതിഷേധം മനസ്സിലാവണം. ഫനസഅഹു, കർട്ടൻ വലിച്ചൂരി. അല്ലാഹുവിന്റെ ഹബീബ് തങ്ങ് മാറ്റിയിട്ടു.
റസൂലുള്ളാഹിക്ക് വേണ്ടാന്ന് പറഞ്ഞ സാധനം ആയിഷ ബീവി പറയാ ഫഖതഅതുഹു, ഞാനത് മുറിച്ചു കളഞ്ഞു. സ്വഹീഹ് മുസ്ലിം. അങ്ങനെ ആ നിസ്കാരം ഉപേക്ഷിക്കുന്നവനോട് സഗൗരവം ഉദ്ബോധിപ്പിച്ചു. നിസ്കരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറയാൻ നമുക്കും കഴിയണം. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മഹാന്മാര് ജീവിച്ച പോലെ ജീവിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ അമലിൽ നീ ബറക്കത്ത് നൽകുക, ഇൽമിൽ നീ ഉപകാരം നൽകുക. അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളുടെ മരിച്ചുപോയവരുടെ ഹദറാത്തിൽ ഞങ്ങൾ പറഞ്ഞതിന്റെ സവാബ് എത്തിക്കണേ അല്ലാ. ഇൽമിന്റെ വെളിച്ചം റബ്ബേ, മഹാന്മാരുടെ മദ്ഹിന്റെ വെളിച്ചം അവരുടെ ഖബറിൽ നീ നിലനിർത്തണേ അല്ലാ. അവിടെ പങ്കെടുക്കുന്നവർ റബ്ബേ എല്ലാവർക്കും നീ ആഫിയത്ത് നൽകുക അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. ജീവിതത്തിന്റെ വിശുദ്ധിയോടുകൂടെ കഴിയാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഹറാമുകളിലേക്ക് അടുപ്പിക്കല്ല അല്ലാ. അല്ലാഹുവേ കണ്ണീർ സിഹർ പോലെയുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കുക അല്ലാ. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തന്ന നിഅമത്തുകളെ നിലനിർത്തണേ അല്ലാ. കടബാധ്യതകൾ വീട്ടണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. വിദേശത്ത് നല്ല ജോലികൾ തേടുന്നവരുണ്ട് റബ്ബേ, നാട്ടിൽ ജോലി തേടുന്നവരുണ്ട് റബ്ബേ. ഖൈറായ ജോലി അടുപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ ലോണിൽ കുടുങ്ങിയവരുണ്ട് റഹ്മാനെ, കടബാധ്യതകളിൽ കഴിയുന്നവരുണ്ട് അല്ലാ, പലിശക്കിണിയിൽ പെട്ടുപോയവരുണ്ട് അല്ലാ. കരകേറ്റണേ റഹ്മാനെ, കരകേറ്റണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ അപാകതകളുള്ളതാ, നിന്റെ കാരുണ്യം കൊണ്ട് നീ കബൂലാക്കണേ അല്ലാ. ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന വീടുകളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ മരിച്ചുപോയവർ, ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും ഖബർ സുഖലോക സ്വർഗത്തിന്റെ അനുഗ്രഹം കൊണ്ട് നിറക്കണേ അല്ലാ. ഒരുക്കങ്ങളില്ലാത്ത നേരത്ത് പെട്ടെന്ന് മരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് കാക്കണേ അല്ലാ. ആഖിബത്ത് നന്നായി പുഞ്ചിരിച്ചു മരിക്കാൻ, വെള്ളിയാഴ്ച പോലെയുള്ള സന്ദർഭങ്ങളിലെ ബറക്കത്തിലെത്താൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. ഖിയാമത്ത് നാൾ വരെ റബ്ബേ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മതസ്വാതന്ത്ര്യം നീ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ നിന്നോട് ചോദിക്കാൻ ഞങ്ങളുടെ മനസ്സിൽ കുന്നോളമുണ്ട് അല്ലാ. നീ ഖാദിൽ ഹാജാത്തല്ലേ, നീ മുദബ്ബിറുൽ ഉമൂറല്ലേ. അല്ലാഹുവേ ഖൈർ അടിപ്പിക്കുക അല്ലാ. ശർറുകളെ തൊട്ട് കാക്കണേ അല്ലാ. മരുന്ന് ഫലിക്കാത്ത രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ക്യാൻസർ എന്ന രോഗത്തിന്റെ ഭീകരമായ അവസ്ഥകളെ തൊട്ട് കാക്കണേ അല്ലാ. ആരുടെയെങ്കിലും ശരീരത്തിൽ അതിന്റെ അണു എത്തിയിട്ടുണ്ടെങ്കിൽ, ഒരാൾ ക്യാൻസർ രോഗിയാകുന്നതിന്റെ 10-15 കൊല്ലം മുമ്പ് തന്നെ അതിന്റെ അണുക്കൾ ശരീരത്തിൽ വരുമെന്ന ചില പഠനങ്ങളുണ്ട്. ആർക്കും അറിയില്ല അല്ലാ. റബ്ബേ നിന്റെ ഖദർ ഖലായിൽ അങ്ങനെ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഖലായിനെ ഖദറിനെ തിരുത്താൻ ദുആ കൊണ്ട് കഴിയുമെന്ന് നിന്റെ മുത്തായ നബി ഞങ്ങളെ പഠിപ്പിച്ചതാണ് അല്ലാ. മാരക രോഗങ്ങളുടെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അറിയണ്ട അല്ലാ. അല്ലാഹുവേ അത് നീ ഉന്മൂലനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കൾക്ക് സൽസ്വഭാവം കൊടുക്കുക അല്ലാ. നിസ്കരിക്കാൻ ആരും പറയാതെ ചെയ്യാനുള്ള ബോധം കൊടുക്കുക അല്ലാ. ഹറാമുകളോട് വെറുപ്പ് നൽകണേ അല്ലാ. പ്രണയബന്ധങ്ങളിലും മോശമായ കൂട്ടുകെട്ടുകളിലും കുടുംബത്തെ പറയിപ്പിക്കുന്നതായ എല്ലാ ഇടപാടുകളിൽ നിന്നും ഞങ്ങളുടെ പുണ്യമക്കളെ നീ കാക്കണേ അല്ലാ. ലഹരി ഉപയോഗങ്ങളിലും പരസ്ത്രീ ബന്ധങ്ങളിലും ഞങ്ങളോ മക്കളോ പെടല്ലേ അല്ലാ. ഉമ്മത്തിനെ ഇസ്സത്തിലാക്കുക അല്ലാ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വേദനിക്കുന്ന മൂമിനീങ്ങൾക്ക് നീ നല്ലത് വരുത്തണേ അല്ലാ. പ്രകൃതി ക്ഷോഭങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ പകർച്ചവ്യാധികളെ തൊട്ട് കാക്കണേ അല്ലാ.
റബ്ബേ ഞങ്ങളുടെ ഈമാൻ ദുർബലമാണ് അല്ലാ, ഈമാൻ നഷ്ടപ്പെടുന്ന അവസ്ഥകൾ തരല്ലേ അല്ലാ. ഹറാമിലായിരിക്ക മരിപ്പിക്കല്ല അല്ലാ, ഹറാമിലായിരിക്ക മരിപ്പിക്കല്ല അല്ലാ. വുളൂഓടുകൂടെ സുജൂദിൽ കിടന്ന് മരിക്കാൻ, പുണ്യമദീന പോലെയുള്ള ഇടങ്ങളിലെത്താൻ, ജന്നത്തുൽ ബഖീഇലാണ് എന്റെ ഖബർ വേണ്ടത് എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞു. ഒരു ക്യാൻസർ രോഗിയായ പ്രിയപ്പെട്ട സഹോദരൻ, അല്ലാഹുവേ റബ്ബേ ആ ചെറുപ്പക്കാരൻ ജന്നത്തുൽ ബഖീഇൽ ഖബർ ഒരുങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചു പോയതാ. അല്ലാഹുവേ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാട് പേര്, പ്രവാചക പ്രണയത്തിന്റെ പ്രഫുല്ലമായ വെളിച്ചം ഹൃദയത്തിൽ തട്ടിയവർ, കൊതിപ്പിച്ചു കളയുന്ന സ്വലാത്തിന്റെ മാസ്മരികമായ ബന്ധമുള്ളവർ, പുണ്യ റബീഉ വരുമ്പോൾ, പുണ്യ ശഅബാൻ വരുമ്പോൾ, നിന്റെ ഹബീബിന്റെ പ്രകീർത്തനങ്ങൾ കൊണ്ട് പ്രത്യേകമാകേണ്ട മാസങ്ങൾ എന്ന് കേൾക്കുന്ന, ദിവസങ്ങൾ എന്ന് കേൾക്കുന്ന വെള്ളിയാഴ്ച രാവ് വരുമ്പോ, അല്ലാഹുവേ നിന്റെ ഹബീബിനോട് പ്രണയം തോന്നുന്ന, തുടിപ്പ് തോന്നുന്ന ഹൃദയം ഞങ്ങൾക്ക് നൽകണമല്ലാ. മരണത്തിന് മുന്നേ അവിടുത്തെ മനാമിലൊന്ന് കാണാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا بفضل صلى الله على محمد عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.